നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്വപ്നെ മയക്കുമരുന്ന് കേസ് കൊടുക്കാൻ വേണ്ടി സഞ്ജു ഇതെല്ലാം മനഃപൂർവ്വം ചെയ്തെന്നാണോ നീ പറഞ്ഞു വരുന്നത്? സഞ്ജു എത്ര വലിയ പേടിത്തോണ്ടനാണെന്ന് നിനക്കറിയില്ലേ? നിന്റെ അനിയത്തിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ധൈര്യം അവനുണ്ടാവുമോ? നിന്റെ കുടുംബത്തെ തൊട്ട ഞാൻ അവന് വെറുതെ വിടില്ലെന്നും അവനറിയാം. എന്നിട്ടും അവൻ സ്വപ്നം ചതിക്കോ? പിന്നെ സ്വപ്ന പറയുന്നതെല്ലാം നുണയാണെന്നാണോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അവളുടെ കാറിൽ നിന്നും മയക്കുമരുന്ന് പിടിച്ചത് പോലീസല്ലേ? നമ്മളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി അവര് കളിച്ച കളിയാണെങ്കിലോ ഇത്? നീ ഇപ്പോ എടുത്തുചാടി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. സത്യം എന്താണെന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ. സഞ്ജുവിനോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. സ്വപ്നയെ കുടുക്കിയതിൽ അവൻ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഞാൻ തന്നെ അവനെ കഴുത്തിന് പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവനെ കൊണ്ട് കുറ്റസമ്മതം നടത്തിക്കാം. ഇതെന്റെ വാക്കാ. ആ സ്റ്റേഷനിൽ നിന്റെ അനിയത്തി ഒട്ടും സുരക്ഷിതയല്ല. പോലീസുകാര് അവളെ എന്ത് വേണമെങ്കിലും ചെയ്യും. നീ ചെന്ന് ജാമ്യത്തിന്റെ കാര്യം നോക്ക്. ഗിരി പോയി, ഇനി പുറത്തേക്ക് വന്നോ. ഗിരി നല്ല ദേഷ്യത്തിലായിരുന്നു. നിന്നെ അവന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ നിന്റെ കാര്യത്തിലൊരു തീരുമാനമായേനെ. ഇനി ആരൊക്കെ വിചാരിച്ചാലും ശരി, സ്വപ്ന ജയിലിൽ പോകുന്ന തടയാൻ പറ്റില്ല. വിഷമത്തില, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പൊ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. പിള്ളേരെ മര്യാദയ്ക്ക് വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ആ സ്വപ്നയ്ക്ക് നല്ല തല്ല് കൊടുത്ത് വളർത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോ ആണെങ്കിലും സ്വപ്ന സഞ്ജയെ വിശ്വസിച്ചതുകൊണ്ടാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് ഭാനുമതിയമ്മ സമ്മതിക്കില്ല. എല്ലാ കുറ്റവും ചേച്ചിയുടെ തലയിലിടാനാ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എടി, അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും സ്വപ്നയെ രക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അമ്മയുടെ അവസ്ഥ എന്താന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന് നീ ഒരു അമ്മയാവണം. നീ വാ, അമ്മയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിപ്പിക്കണം. ചേച്ചി എന്തിനാ അങ്ങോട്ട് പോകുന്നേ? വെറുതെ ചീത്ത കേൾക്കാൻ എന്തെങ്കിലും നേർച്ചയുണ്ടോ? എടി, കുറച്ച് ചീത്ത കേക്കാണെങ്കിലും കുഴപ്പമില്ല. അമ്മ എന്തെങ്കിലും കഴിച്ചാൽ മതി. നീ ഒന്ന് വാ. അമ്മ, എന്താ രണ്ടുപേരും എന്റെ വിഷമം കണ്ട് ആസ്വദിക്കാൻ വന്നതാണോ? അമ്മേ, സ്വപ്നയെ പുറത്തിറക്കാൻ വേണ്ടതെല്ലാം ഞാനും ഗിരിയനും ചെയ്യുന്നുണ്ട്. എന്നിട്ടാണോ ഇപ്പോഴും എന്റെ മോള് സ്റ്റേഷനിൽ കിടക്കുന്നത്? ഇതിനെക്കുറിച്ച് നാട്ടുകാരറിഞ്ഞാ അവൾക്ക് നല്ലൊരു ആലോചന പോലും കിട്ടില്ല. അതിനെക്കുറിച്ച് ഭാനുമതിയമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? സ്വപ്ന സഞ്ജയ് മാത്രമേ കല്യാണം കഴിക്കുമെന്ന ഉറച്ച തീരുമാനത്തിലല്ലേ? അവൻ പലതവണ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതുകൊണ്ട് സ്വപ്നയെ അറസ്റ്റ് ചെയ്തൊന്നും അവനൊരു വിഷയമായിരിക്കില്ല. അവര് തമ്മിൽ നല്ല ചേർച്ചയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ അത് ഉറപ്പിച്ചു. നിന്റെ അനിയത്തിയോട് മിണ്ടാതിരിക്കാൻ പറയേ. എടി, ഒന്ന് മിണ്ടാ നിക്ക്. അമ്മ ഇവള് പറയുന്നൊന്നും കാര്യാക്കണ്ട. കേസ് മീഡിയയോ നാട്ടുകാരോ ഒന്നും അറിയാതെ സൂക്ഷിക്കാൻ ഞാൻ അരവിന്ദാക്ഷൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. കോടതിയിലെ കേസ് എത്തുമ്പോഴേക്കും സ്വപ്നയുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞാ പിന്നെ അവളുടെ ഭാവിയെ ഒരു തരത്തിലും ഇത് ബാധിക്കില്ല. ഇതുപോലെ തന്നെ കോടതിയിൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞ് വീട്ടിലേക്ക് വരുമെന്ന് കരുതി ഞാൻ എന്റെ ഭർത്താവിനെ കാത്തിരുന്നിട്ടുണ്ട്. പക്ഷെ വീട്ടിലേക്ക് വന്നത് അദ്ദേഹത്തിന്റെ ബോഡിയായിരുന്നു. അങ്ങനെ എന്റെ മോൾക്കും സംഭവിക്കില്ല എന്ന് ആര് കണ്ടു? എനിക്ക് പോലീസുകാരെ വിശ്വാസമില്ല. പിന്നെ ആരെയാ വിശ്വാസം?
ഗോപാലനെയും സഞ്ജയും പോലെയുള്ള മുതലാളിമാരെ ആയിരിക്കും. സഞ്ജയ് ഗിരിയേട്ടനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് പോലും ഭാനുമതി അമ്മയുടെ അഭിപ്രായം മാറിയിട്ടില്ല അല്ലെ? അന്ന് ഗിരിയേട്ടനെ രക്ഷിക്കാൻ എത്തിയത് ചേച്ചിയും പോലീസുകാരുമായിരുന്നു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ മോൾ ആ സ്റ്റേഷനിൽ സുരക്ഷിതയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ശരി, ഒരു കാര്യം ചെയ്യാം. നിയമപരം അല്ലെങ്കിലും ഞാൻ അമ്മയ്ക്ക് സ്വപ്നയുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിത്തരാം. അപ്പോ അവള് സുരക്ഷിതയാണെന്ന് അമ്മ വിശ്വസിക്കോ? വിശ്വസിക്കാം. ആ എന്താ മഞ്ജു? ആ ബിജുചേട്ടാ, എനിക്കൊരു സഹായം ചെയ്യണം. ആ ഫോണൊന്ന് സ്വപ്നയ്ക്ക് കൊടുക്കാമോ? എന്താ മഞ്ജു പറയുന്നേ? നിയമത്തിനെതിരാന്നറിയില്ലേ? ആരെങ്കിലും കണ്ട എന്റെ പണി പോവും. അതറിയാഞ്ഞിട്ടല്ല ബിജുചേട്ടാ, ഇവിടെ അമ്മയ്ക്കൊരു സമാധാനവും ഇല്ല. ഒരു 2 മിനിറ്റ് അവളോടൊന്ന് സംസാരിക്കാൻ സമ്മതിച്ചാ മതി, പ്ലീസ്. ശരി, വേഗം വേണേ. ആ അനിത മേഡം ഫ്രാൻസിസ് സാറും തിരിച്ചു വന്ന ആകെ പ്രശ്നവും. ആ ശരി, ബിജുചേട്ടൻ സ്വപ്നയ്ക്കൊന്ന് ഫോൺ കൊടുക്ക. ആ ശരി. സ്വപ്ന, ദാ നിന്റെ അമ്മ. ഹലോ അമ്മേ. ഈശ്വര, ഇപ്പോഴെനിക്ക് സമാധാനമായത്. നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? പോലീസുകാർ നിന്നെ തല്ലിയോ? അനിത എന്ന പോലീസുകാർ എന്നെ കുറെ തല്ലി അമ്മ. ഗിരിയേട്ടനോട് പറഞ്ഞ് അവർക്ക് നല്ലൊരു പണി കൊടുക്കണം. അതൊക്കെ നമുക്ക് ചെയ്യാം. ആദ്യം നിന്നെ അവിടുന്ന് പുറത്തിറക്കട്ടെ. നീ ഒരു കാര്യം പറ, നിനക്ക് ആ വണ്ടി തന്നത് സഞ്ജയ് ആയിരുന്നോ? അത് പിന്നെ പറ മോളെ. എന്താടോ ഇത്? മോളെ, ഹലോ. സെല്ലിൽ കിടക്കുന്ന പ്രതികൾക്ക് ഫോൺ കൊടുക്കുന്നത് തെറ്റാണെന്ന് തനിക്കറിയില്ലേ? അത് മാഡം. ഫോൺ ഇങ്ങോട്ട് ഇടറി. CPO മഞ്ജു. അപ്പൊ നാത്തൂന് നിയമോപദേശം കൊടുക്കാൻ വേണ്ടി വിളിച്ചതായിരിക്കും അല്ലേ? ഇതിനുള്ള സമ്മാനം ഞാൻ നിനക്ക് തരുന്നുണ്ട്. ഹലോ ഹലോ മോളെ, മോളെ, ഹലോ. ഒരു മോള് എന്താടോ? എന്താ അമ്മേ, എന്തു പറ്റി? നിന്റെ പോലീസുകാര് എന്റെ മോളെ എവിടെ തല്ലി ചതയ്ക്ക. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അവരവളെ ഉപദ്രവിക്കുമെന്ന്. എനിക്കിപ്പൊ തന്നെ സ്വപ്നയെ കാണാൻ പോണം. അമ്മേ, എന്തിനാ വെറുതെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? പിന്നെ എന്റെ മോളെ ചെയ്യാത്ത കുറ്റത്തിന് അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞിട്ടും ഞാനിവിടെ മിണ്ടാതെ നിൽക്കണോ? നീയോ ഗിരിയോ അവളെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. എനിക്കിപ്പൊ തന്നെ പോണം. അമ്മ, എന്നാ ഞാനും വരാം. അമ്മ പോയി റെഡിയായിട്ട് വാ. ചേച്ചി എന്തിനുള്ള പുറപ്പാടാ? എടി, നീ ഇവിടെ തന്നെ നിക്ക. ദേ, അവരനാവശ്യമല്ലോ പറഞ്ഞ ചേച്ചി വെറുതെ കേട്ട് നിൽക്കൊന്നും വേണ്ട. നല്ലത് തിരിച്ചു പറഞ്ഞോളാം. മഹിമേ, ഞാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാനാ ശ്രമിക്കുന്നത്. നിന്റെ കുടുംബക്കാർക്കൊക്കെ പോലീസുകാരോട് ഭയങ്കര വെറുപ്പാണെന്ന് കേട്ടല്ലോ. നിന്റെ തന്തയെ കൊന്നതിന്റെ ദേഷ്യമാണോ? ഓ, നിനക്ക് ദേഷ്യം വരുന്നോടി? അച്ഛനെ കുറിച്ച് പറയുമ്പോ നാണക്കേട് തോന്നുന്നുണ്ടോ? മയക്കുമരുന്ന് വിറ്റ് നടക്കുന്ന നിനക്കൊക്കെ എന്താ അഭിമാനമാടി ഉള്ളത്? അല്ലെങ്കിലും തന്ത കള്ളവാറ്റുണ്ടാക്കി 4 പേരെ കൊന്നെങ്കി മോള് മയക്കുമരുന്ന് വിറ്റ് 40 പേരെ കൊല്ലും. എടീന്നോ? ഇത് ശാലിനി നിനക്ക് പ്രത്യേകം കൊടുത്തയച്ച സമ്മാനോ? നിന്നെ പോലൊരുത്തി
ഗോപാൽജിയുടെ മരുമകളാകുന്നത് സ്വപ്നം കാണാനെങ്കിലും പാടുണ്ടോ മോളെ?